സലീം മടവൂർ, ഈ പതിവിൽ കവിഞ്ഞ ഒരു ഐക്യം UDF-ൽ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് ശേഷമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് കുറേ കാലമായി. ഇപ്പോഴും ഇന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ വളരെ കൃത്യമായി സതീഷിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വലിയൊരു വിഭാഗം നേതാക്കൾ, യുവനേതാക്കളടക്കം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള ഒരു രീതിയിലേക്ക് കോൺഗ്രസ്, UDF ഒക്കെ ആകത്തുകയെ എത്തിച്ചേർന്നു എന്നുള്ളതാണോ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആത്യന്തിക ഫലം? അല്ല, UDF-ൽ ഒരു ഐക്യമൊന്നും ആരും പ്രതീക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ? UDF-ലെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ അവിശ്വസിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന്റെ കാലം സാക്ഷി എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നു, MLA-മാരുടെ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ ലീഡറായിട്ട് രമേശ് ചെന്നിത്തലക്കായിരുന്നു. അങ്ങനെ അല്ല വേണ്ടതെങ്കിൽ ആദ്യമേ പറയാമായിരുന്നു. വെറുതെ ആളുകളെ കൊണ്ട് ഒരു പേര് പറയിപ്പിച്ചു. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയ ആളുടെ പേര് മാറ്റിയിട്ട് ഓടിളക്കിക്കൊണ്ടാണ് VD സതീശൻ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവാകുന്നത്. സത്യത്തിൽ MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ, ഉമ്മൻചാണ്ടിയുടെ അടക്കം പിന്തുണ ശ്രീ രമേശ് ചെന്നിത്തലക്കായിരുന്നു. ആ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത, ജനാധിപത്യത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ നിലവിലുള്ള നിയമസഭാ കക്ഷിക്കകത്തുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കിട്ടിയ ആൾ, MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്ന ആളെ മാറ്റി നിർത്തിയിട്ടാണ് VD സതീശനെ നേതാവാക്കുന്നത്. VD സതീശനോട് മറ്റുള്ള ആളുകൾക്ക് താല്പര്യം കുറയും. കാരണം ഉമ്മൻചാണ്ടിയുടെ തുടർ ഭരണത്തിന് എല്ലാവിധ തടസ്സങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിന്റെ പേരിൽ VD സതീശനാണ്. അദ്ദേഹം നിരന്തരമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഏറ്റുമുട്ടി VD സതീശനും ചെന്നിത്തലയും തർക്കമുണ്ടായി. ആ ഗ്യാപ്പിൽ മുഖ്യമന്ത്രിയാവാനാണ് KC വേണുഗോപാൽ ശ്രമിക്കുന്നത്. അപ്പൊ ഇവരൊരിക്കലും ഒരു ഐക്യത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇവർ പരസ്പരം ഓരോരുത്തരും താനാണ് രാജാവ്, താനാണ് നേതാവ് എന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം MLA-മാർ പിന്തുണ കൊടുത്ത് ഭൂരിപക്ഷം കിട്ടിയ തന്നെ നേതാവാക്കിയാൽ മാത്രമേ അദ്ദേഹം പിന്മാറുള്ളൂ. കാരണം അതൊരു ധാർമ്മികമായ അദ്ദേഹത്തിന്റെ വശം ശരിയാണ്. കാരണം MLA-മാർ ഭൂരിപക്ഷമുള്ള പിന്തുണ കൊടുക്കുന്ന ആളാണ് ലീഡർ ആവേണ്ടത്. അയാളെ മാറ്റിയിട്ടാണ് ഒരു മാനദണ്ഡവും ഇല്ലാതെ ആ പേരുകളൊക്കെ കളഞ്ഞുകൊണ്ട് VD സതീശനെ നേതാവായി പ്രഖ്യാപിക്കുന്നത്. എന്താ അദ്ദേഹം ചെയ്ത സേവനം? അദ്ദേഹം 5 വർഷക്കാലം നിയമസഭയിലെ പെർഫോമൻസ് നന്നായി എന്ന് പറയുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള 5 വർഷത്തെ പെർഫോമൻസ് എന്തായിരുന്നു? നിയമസഭയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ ഗവൺമെന്റിന് എല്ലാ തലത്തിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒരു നേതാവാണ് VD സതീശൻ. അപ്പൊ ഇത് ഒരു തരത്തിലും കോൺഗ്രസിൽ ഈ പ്രശ്നം തീരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സതീശൻ വന്നിട്ട് നേരത്തെ VV പ്രകാശിന് കിട്ടിയതിനേക്കാൾ 1000 വോട്ട് കുറവാണ് ഇത്തവണ കിട്ടിയത്. ശ്രീ PV അൻവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന വേളയിലാണ് കൂടുതൽ വോട്ട് കിട്ടുക. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ തരംഗമുണ്ടായപ്പോ PV അൻവറിന് കിട്ടിയ വോട്ട്, PV അൻവറിനെതിരായിട്ട് പ്രകാശിന് കിട്ടിയ വോട്ട് അതിനേക്കാൾ 1000 വോട്ട് കുറവാണ് ഇത്തവണ. അപ്പോഴും 2 തവണ കൂടെ നിന്ന മണ്ഡലം കൈവിട്ടു പോയതിലുള്ള ആശങ്കയൊന്നും LDF-നില്ല. അല്ല, 2 തവണ നിന്നത് ഒരു സ്വതന്ത്രന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ വിജയിച്ചത്. ആ സ്വതന്ത്രൻ അംഗീകരിച്ചു, CPM അംഗീകരിച്ചു. ഇന്ന് പറയുകയാണ് അയാൾ ഒരു ഫാക്ടറായി എന്നും അയാൾ പിടിച്ച വോട്ടുകൾ നിർണായകമായി എന്നും. ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുകയാണ്. നേരത്തെ പറഞ്ഞത് അൻവർ ഒരു ഘടകമേ ആയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുകയാണ് അൻവർ ഒരു ഫാക്ടറായി, അൻവർ അവിടെ ഒരു ശക്തിയായിരുന്നു എന്ന് പരസ്യമായി പറയുകയാണ്. അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നു. അല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അയാൾ ഒരു ഫാക്ടറാന്ന് പറഞ്ഞാലേ, ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു ഫാക്ടർ ആണ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ബാധിക്കും. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ വോട്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വോട്ടുകൾ 20,000 വോട്ട് അദ്ദേഹം വാങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്ടർ ആണല്ലോ, അംഗീകരിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചാൽ അത് അംഗീകരിക്കണ്ടേ? 20,000 വോട്ട്, 19,600 വോട്ട് PV അൻവർ വാങ്ങിയാൽ അതേ ഒരു ഫാക്ടറാണ്. ആ നിയോജക മണ്ഡലത്തിൽ 20,000 വോട്ട് സ്വന്തമായിട്ട് വാങ്ങാൻ സാധിച്ചു എന്ന് പറയും വലിയ കാര്യം. പ്രത്യേകിച്ച് രാജിവെച്ചൊരു MLA വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയാതെ അത് നമുക്ക് അംഗീകരിക്കണ്ടേ? ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കണ്ടേ? നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിമർശനവും തെരഞ്ഞെടുപ്പിന് ശേഷം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് പറയുന്നത് രണ്ടായിരിക്കും. നേരത്തെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, അതിലൊന്നും അടിസ്ഥാനമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീ PV അൻവർ 20,000 വോട്ട് വാങ്ങി. ആ 20,000 വോട്ടിൽ ഭൂരിഭാഗവും പ്രതിപക്ഷത്തിന്റെ വോട്ടാവാനുള്ള സാധ്യത കൂടെ. കാരണം അതേപോലെ UDF-ന്റെ വോട്ടും പിടിച്ചിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ എല്ലാ MLA-മാർ, യുവ MLA-മാർ എല്ലാ തരം പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത്. എന്നാൽ കാല് വാരിയിട്ടും, ആര്യാടൻ ഷൗക്കത്ത് കാല് വാരിയിട്ടും ഇതിനേക്കാൾ 1000 വോട്ട് കൂടുതൽ VV പ്രകാശ് വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെ കാല് വാരിയിട്ടുണ്ട്. അങ്ങനെ കാല് വാരിയിട്ടും വാങ്ങിയതിനേക്കാൾ 1000 വോട്ടാണ് കാടിളക്കിയ പ്രചരണം ഈ VD സതീശൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ നടത്തിയ പ്രചരണത്തിൽ, UDF-ന്റെ ക്യാപ്റ്റൻ എന്ന് ഇപ്പോൾ ആളുകൾ വിളിക്കുന്ന ആ VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണത്തിൽ
1000 വോട്ട് കുറവാണ്, മറ്റതിനേക്കാൾ കുറവാണ്. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമാണ്, കൂടുതൽ പഠന വിധേയമാക്കണം. അപ്പൊ അത് ഒരു നേതാവിന്റെ വിജയമായിട്ടോ അല്ലെ അതൊന്നും കാണുന്നില്ല. UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ശ്രീ ബി റജി, ഇന്ന്